പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഷ്ടാംഗങ്ങളെക്കുറിച്ചാണ്. പതഞ്ജലിയുടെ യോഗാസൂത്രത്തിൽ അഷ്ടാംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അഷ്ടാംഗങ്ങൾ? നോർമലി യോഗ പഠിക്കുന്ന ആളുകളും അതുപോലെ യോഗയെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കും അഷ്ടാംഗങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്താണ് അഷ്ടാംഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ലൗകിക ജീവിതത്തിൽ വ്യാപൃതനായിരിക്കുന്ന മനുഷ്യൻ്റെ ബാഹ്യോന്മുഖമായ മനസ്സിനെ ആന്തരോന്മുഖമാക്കി സത്യാന്വേഷണത്തിനും ആത്മസാക്ഷാത്കാരത്തിനും പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള 8 പടികളാണ് അഷ്ടാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് ഒരു യോഗാ സാധകൻ ഈ 8 പടികളിലൂടെ കയറിയിട്ട് വേണം എവിടെ എത്താൻ? കൈവല്യത്തിലെത്തേണ്ടത്. അപ്പോൾ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയോഷ്ടാവംഗാനി എന്നാണ് യോഗാസൂത്രത്തിൽ ഇതിൻ്റെ ഒരു സൂത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 അംഗങ്ങൾ, അതാണ് അഷ്ടാംഗങ്ങൾ. ഈ അഷ്ടാംഗങ്ങളിൽ ആദ്യത്തെ 2 യമം, നിയമം എന്നീ 2 അംഗങ്ങൾ. ഇത് യമം നിയമം എന്തിനാണ്? നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ 2 മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. ബാക്കിയുള്ള 6 അംഗങ്ങൾ മറ്റു വീഡിയോകളിലായിട്ട് ബാക്കി ഭാഗങ്ങളിലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ യമം. യമത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, യമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തി പാരസ്പര്യ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് യമം എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. യമത്തിൻ്റെ ഒരു സൂത്രം അഹിംസ സത്യാസ്തേയ ബ്രഹ്മചര്യ പരിഗ്രഹ യമാഹ, ഇങ്ങനെയാണ് യോഗാസൂത്രത്തിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 5 ഘട്ടങ്ങളാണ് യമത്തിൽ നമ്മൾ പാലിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ. അഹിംസ എന്നതാണ് ഒന്നാമത്തെ. എന്താണ് അഹിംസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോടും മറ്റ് ജീവജാലങ്ങളോടൊക്കെ നമ്മൾ മനസ്സാ വാച കർമ്മണ ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സഹജീവികളോട് ഒരു നല്ലൊരു മനോഭാവം പുലർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സത്യം. സത്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട പാലിക്കപ്പെടേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സത്യം മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാലഘട്ടമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാതെ, മറ്റുള്ളവർക്ക് വേദനിക്കാതെ, നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, എന്താ പറയുക, മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഒരു രീതിയിൽ നമ്മൾ സത്യത്തിനോട് ചേർന്ന് നിൽക്കണം എന്നതാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തതാണ് ആസ്തേയം. ആസ്തേയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്യൻ്റെ മുതൽ കൈവശപ്പെടുത്താനുള്ള ആഗ്രഹത്തെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളുടെ കയ്യിലിരിക്കുന്ന സാധനത്തെ നമ്മളുടേതാക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരാതിരിക്കുക, നമ്മളിലുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നൊക്കെയാണ് ആസ്തേയം. പിന്നെ നാലാമത്തെയാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോർമലി നമ്മൾ ബ്രഹ്മചര്യം വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു തോട്ടാണ് ബ്രഹ്മചര്യത്തിന് വരുന്നത്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മോന്മുഖമാക്കുക. അതായത് നമ്മളുടെ ഒരു ബ്രഹ്മചാരിയുടെ മനസ്സെങ്ങനെയായിരിക്കും? നിരന്തരം സത്യാന്വേഷണോന്മുഖമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. അതായത് സത്യത്തെ മാത്രം അംഗീകരിക്കുകയും അതുപോലെ ഭോഗാത്മകമായ മനസ്സിനെ നന്നായി നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്ത്, എല്ലാത്തിനോടും ഒരു നിയന്ത്രണം, എല്ലാത്തിനോടും അമിതമായിട്ടുള്ള ഒരു ആസക്തി ഇല്ലാതെ എല്ലാത്തിനോടും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തതാണ് അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തിയിൽ നിന്നും മനസ്സിനെ വിടുവിക്കുക. അതായത് എന്താണ് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വലിയ വലിയ നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാതെ ആ ഒരു
അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ മനുഷ്യൻ്റെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിയന്ത്രിക്കുക. അതായത് ആഗ്രഹം, അത്യാഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ അത്യാഗ്രഹങ്ങളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ അപരിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി യമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് നിയമം. ശൗച സന്തോഷ തപഃ സ്വാധ്യായേശ്വര പ്രണിധാനാനി നിയമാഹ എന്നാണ് യോഗാസൂത്രത്തിൽ ഇതിൻ്റെ നിർവചനം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ആത്മശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിയമം. ഇതും 5 മാർഗങ്ങളിലൂടെ തന്നെയാണ് നിയമം ആചരിക്കപ്പെടേണ്ടത്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സൂത്രത്തിൽ പറഞ്ഞ പോലെ: 1 ശൗചം, 2 സന്തോഷം, 3 തപസ്, 4 സ്വാധ്യായം, 5 ഈശ്വര പ്രണിധാനം. എന്താണ് 1 ശൗചം എന്ന് വെച്ചാൽ ബാഹ്യമായും ആന്തരികമായിട്ടുള്ള ശുചിത്വം പാലിക്കൽ. അതായത് നമ്മൾ പൊതുവിൽ എന്താണ് ശരീരശുദ്ധി, ആഹാരശുദ്ധി, പരിസരശുദ്ധി, പാർപ്പിടശുദ്ധി ഇവയൊക്കെ പാലിക്കലാണ് ബാഹ്യമായിട്ടുള്ള ശുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അങ്ങനെയാണെങ്കിൽ ആന്തരികമായിട്ടുള്ള ശുദ്ധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാമക്രോധാദികളായിട്ടുള്ള മനോമാലിന്യങ്ങളിൽ നിന്ന് മനസ്സിനെ വിടുവിക്കുക. അതായത് മനസ്സിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ടാവും. ആ നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് ആന്തരികമായ ശുദ്ധീകരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശൗചത്തിൽ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധി എന്താണെന്ന് മനസ്സിലായില്ലേ? 2 സന്തോഷം. അതായത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം അല്ലേ? എപ്പോഴും നമ്മൾ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓർത്ത് ഇരിക്കുന്ന ആളുകളാണ്. ഒരു 80% ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കണം? സംതൃപ്തിയും പ്രസന്ന മനോഭാവവും ആചരിക്കുന്നതായിരിക്കണം ജീവിതം എന്ന് പറയുന്നത്. അതാണ് സന്തോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ നോക്കുമ്പോൾ നമുക്ക് സന്തോഷം, ഉള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമുക്ക് സന്തോഷം, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അല്ലാതെ മറ്റുള്ള ആളുകളെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ അവർക്കുള്ളതൊക്കെ എനിക്കും വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഓൾറെഡി ടെൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ടെൻഷനായിരിക്കും എപ്പോഴും നമ്മൾ, അയ്യോ അതില്ല ഇതില്ല എന്നുള്ള. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ നോക്കാം. ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് ഇന്നതാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അതാണ് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് 1 പടി. 3 തപസ്. തപസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ശൗചവും സന്തോഷവും ആചരിക്കുന്നതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മനഃശുദ്ധി ഉണ്ട്. അത് നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ്. അതിനുള്ള നിലനിർത്തുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ പരിശ്രമവുമാണ് തപസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചില ആളുകൾ വലിയ തപസ് അനുഷ്ഠിക്കുക എന്ന് പറയില്ലേ, അത് നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുക. അതാണ് തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പാലിക്കുന്നതിനുള്ള ധൈര്യവും സ്ഥൈര്യവും, അതായത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു മനക്കരുത്ത് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സ്വാധ്യായം എന്നതാണ് 4 കാര്യം. എന്താണ് സ്വാധ്യായം എന്ന് വെച്ചാൽ മാനസിക ഉന്നതിയിലേക്ക് നയിക്കുന്ന ജ്ഞാനസമ്പാദനത്തിനുള്ള നിരന്തരമായിട്ടുള്ളൊരു പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുക. നമ്മൾ വെറുതെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് വെറുതെ ഒരു മൊബൈൽ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനദർ ആക്ടിവിറ്റീസിലൂടെ പോകുന്നതാണ്. നമ്മൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും റിയലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇതിലൂടെ കാണുന്നത് മാത്രമാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉയർച്ചയല്ല പതനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത് പോലുമില്ല. നമ്മളെന്ത് വേണം? നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആർജിച്ചെടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. ആ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് സ്വാധ്യായത്തിലൂടെ. 5 ഈശ്വര പ്രണിധാനമാണ്. അപ്പോൾ നമ്മൾ പലരും പറയും ഈശ്വരനിൽ വിശ്വാസമില്ല,
ഈശ്വരൻ എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പല നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള തോട്ടുകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഒട്ടുമിക്കത്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർവ്വവ്യാപിയും സർവജ്ഞവുമായിട്ടുള്ള സർവശക്തനായിട്ടുള്ള പരമചൈതന്യ സങ്കല്പത്തിൽ സ്വയം സമർപ്പിക്കുന്നതാണ് ഈശ്വര പ്രണിധാനം. അപ്പോൾ എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക. അതായത് നമ്മളിലേക്ക് വരുന്ന എന്തൊരു കാര്യവും നമ്മൾക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും എന്ന ആ ഒരു ചിന്തയോട് കൂടിയിട്ട് എല്ലാം ഈശ്വരനോട് അർപ്പിക്കാതെ എന്ന് കരുതി എല്ലാം ഈശ്വരൻ നോക്കും എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ തന്നെയാണ് ഈശ്വരനായിട്ട് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അങ്ങനെ വിചാരിക്കുമ്പോൾ എന്തുണ്ടാവും? എല്ലാം നന്നാവും. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഈശ്വരനോട് അർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ വന്നെല്ലാം നമുക്ക് ചെയ്തു തരുമെന്ന ചിന്താഗതി അല്ല വേണ്ടത്. നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കുക മാക്സിമം എന്നുള്ളതാണ്. അങ്ങനെ ഈശ്വരനിൽ ആ ഒരു എനർജിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇന്നുള്ള കുട്ടികൾ പല രീതിയിലും വഴിതെറ്റി പോകുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി കുട്ടികൾ മുതലേ ഉണ്ടാക്കിയെടുക്കുക. ഇത് ടോട്ടലി നിയമം ഒക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ സ്വന്തം മറ്റുള്ള സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പാലിക്കപ്പെടണം എന്നുള്ള 2 കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ വ്യക്തികൾക്കും വേണ്ടുന്ന ഒരു കാര്യമല്ലേ. യോഗ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മൾ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് യോഗയെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ജീവനചര്യയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി അഷ്ടാംഗങ്ങളുടെ ബാക്കി 6 ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും